2 ആഴ്ച മുമ്പ് +2-നും A+, ഡിഗ്രിക്കും A+, 10ാം ക്ലാസ്സിലും A+. എന്നിട്ടൊരു പെങ്കൊച്ച് കാരണവന്മാരുടെ അറിവില്ലാതെ ഒരു പയ്യന്റെ കൂടെ ചാടിപ്പോയി. എല്ലാത്തിനും A+ ഉണ്ട്. ചാടിപ്പോയത് ഇനി ഏത് കാറ്റഗറിയിലേക്കാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടുന്ന് കഷ്ടപ്പാട് സഹിച്ച് വിഷമിച്ച് തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും വിഷമം ഇതിനെ സ്വീകരിക്കാൻ. വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിട്ടാണോ? 2018 ഒരു ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവം പറയാം. എല്ലാ സബ്ജക്റ്റിനും A+ കിട്ടിയ ഒരു പെൺകുട്ടിക്ക് ഒരു നാട്ടുമ്പുറമായതിനാൽ ആരാണ്ട് അവരുടെ ഫോട്ടോ എടുത്ത് ഫ്ലക്സ് അടിച്ച് എല്ലാ ജംഗ്ഷനിലും കൊണ്ടുപോയി വെച്ചു. ആ ഫ്ലക്സിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ടു. ദാരിദ്ര്യം, കഷ്ടപ്പാട്, പ്രതിസന്ധി, പ്രതികൂല സാഹചര്യങ്ങൾ, കുടുംബത്തിന്റെ ശോചനീയമായ അവസ്ഥ, ഇതിനെല്ലാം അതിജീവിച്ച് A+ കിട്ടിയ പെൺകുട്ടിക്ക് അഭിനന്ദനങ്ങൾ. ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് കയറി വൈറലായി. പോസ്റ്റ് വൈറലായി കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ അല്ലറയില്ലറ വാർത്തയൊക്കെ എഴുതുന്ന ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് പത്രത്തിൽ കൊടുത്തു. പത്രത്തിന്റെ പ്രാദേശിക കോളത്തിൽ വാർത്ത വന്നു: ദാരിദ്ര്യം, കഷ്ടപ്പാട്, ശോചനീയാവസ്ഥ, ഇതിനെയെല്ലാം അതിജീവിച്ച് A+ന്റെ വർണ്ണത്തിളക്കത്തിലേക്ക് പെൺകുട്ടി. അവളുടെ ഫോട്ടോ സഹിതം ന്യൂസ് കൊടുത്തു. പത്രം ഇറങ്ങിയ ദിവസം ഒരു 11:30 ആയപ്പോൾ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിൽ ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: A+ കിട്ടിയ ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന് നാട്ടുകാരറിഞ്ഞതിൽ മനസ്സ് നൊന്ത് ഞാൻ മരിക്കുന്നു. എന്തു പ്രയോജനം ഉണ്ടായി? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവില്ലാതെ ഉണ്ടാകുന്ന ഒരറിവിനും ഒരു മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. എത്രയധികം പാരമ്പര്യത്തെക്കുറിച്ചും എത്രയധികം പ്രസംഗങ്ങൾ, തത്വങ്ങൾ, മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഫങ്ഷണൽ അനാലിസിസ്, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, എന്തൊക്കെ കുട്ടികൾക്ക് കൊടുത്താലും ആ കുഞ്ഞ് പരിപൂർണമായിട്ട് മാറണമോ, സാവൂൾ പൗലോസായതുപോലെ മാറണമെങ്കിൽ, ഡൊമിനിക് സാവിയെ പോലെ ആവണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം.